വേർബൽ കമ്മ്യൂണിക്കേഷൻ ബേസിക്സ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ള വാക്കിന് 4 രൂപങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. അതായത് സേ, ടെൽ, സ്പീക്ക് ആൻഡ് ടോക്ക്. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണല്ലേ, ഇതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴിത് ഉപയോഗിക്കണം, എന്തിനത് ഉപയോഗിക്കണം, സ്പീക്ക് ആണോ, സേ ആണോ, ടെൽ ആണോ, ടോക്ക് ആണോ എന്നുള്ള ആ ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഇത് നമുക്ക് മലയാളത്തിൽ ഈ വാക്കുകൾക്ക് എല്ലാത്തിനും ഒരു തർജ്ജമയില്ല. മലയാളത്തിൽ പലപ്പോഴും നമ്മൾ പറയുക, പറഞ്ഞു, ആ ഒരു വേർബിന്റെ തന്നെ പല രൂപങ്ങളാണ് ശരിക്കും മലയാളത്തിൽ നമ്മൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഈ 4 വാക്കിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷന്റെ ഒരു ചെറിയ ഒരു നോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ ജസ്റ്റ് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അത് പഠിച്ച് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഈസി ആകും എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ സേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഐഡിയാസ് പറയുന്നതിന് ഉപയോഗിക്കാം. ഇതൊരു രീതിയാണ് നമുക്കിത് നോക്കുന്നതിന്. ടെൽ ശരിക്കും നമുക്കത് ഇൻഫർമേഷൻ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി സ്പീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഒരു സ്പെസിഫിക് ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്കത് പറയാം. ഇനി ടോക്ക് യൂഷ്വലി നമ്മൾ പറയുമ്പോഴത്തേക്ക് അതൊരു കോൺവെർസേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു 4 ബ്രോഡ് കാറ്റഗറി നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് സ്പെസിഫിക്കലി എങ്ങനെ ഇത് ഉപയോഗിച്ച് പോകാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അതിന് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ലെറ്റ് us look at the following sentences. She said it is a nice day. Okay, now I told you about it already. അടുത്ത ഒരു സെന്റൻസ് നോക്കി. Can I speak to you? And I'd like to talk with you. I would like to talk with you എന്നുള്ളതാണ് ആ ഒരു സെന്റൻസ്. അപ്പൊ ഈ 4 സെന്റൻസും ഒരു സെന്റൻസിൽ നമ്മൾ സെഡ് ഉപയോഗിച്ചു, ഒരു സെന്റൻസിൽ നമ്മൾ ടോൾഡ് ഉപയോഗിച്ചു, ഒരു സെന്റൻസിൽ നമ്മൾ സ്പീക്ക് ഉപയോഗിച്ചു, ഒരു സെന്റൻസിൽ നമ്മൾ ടോക്ക് ഉപയോഗിച്ചു. ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഷീ സെഡ് ഇറ്റ്സ് എ നൈസ് ഡേ. അവൾ പറഞ്ഞു ഇത് ഒരു നല്ല ദിവസമാണെന്ന്. ഐ ടോൾഡ് യു അബൌട്ട് ഇറ്റ് ഓൾറെഡി. ഞാൻ ഓൾറെഡി നിന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ. Can I speak to you? ഞാൻ നിന്നോട് സംസാരിക്കട്ടെ. I would like to talk with you. എനിക്ക് നിന്നോട് സംസാരിക്കണം. മലയാളത്തിൽ ഒത്തിരിയധികം ഓപ്ഷൻസ് നമുക്ക് ഇതിനില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം ഒരു ബെറ്റർ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നതിന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാടധികം വേർഡ്സും അത്രയും അധികം കൺഫ്യൂഷനും ഒരേ സംഗതി പറയുന്നതിന് നമുക്ക് മലയാളത്തിൽ ഇല്ല എന്നുള്ളൊരു ഗുണം മലയാളത്തിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആദ്യം ലെറ്റ് us look at say. അപ്പോൾ he said hello ആദ്യത്തെ ഒരു സെന്റൻസ്. She said it's a nice day. I said don't do that. അപ്പോൾ ശരിക്കും എന്തിനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ സേ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആരെങ്കിലും പറഞ്ഞ ഒരു സംഗതി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആരെങ്കിലും പറഞ്ഞതായിട്ട് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ അടുത്ത പോയിന്റ് നോക്ക്, കോട്ടിംഗ് ഡയറക്ട്ലി. ഇപ്പൊ കോട്ടിംഗ് ഡയറക്ട്ലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തി പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊട്ടേഷൻ മാർക്ക് ഇട്ട് പറയുന്നത് പോലെ എഴുതുമ്പോൾ നമ്മൾ അതിന് കൊട്ടേഷൻ മാർക്ക് ഇടും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി പറഞ്ഞത് അതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സേ ഉപയോഗിക്കുന്നു. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്നതിന് നമുക്കിത് ഉപയോഗിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ആ വ്യക്തി പറഞ്ഞ കാര്യം നമ്മൾ നമ്മുടെ സ്വന്തം വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞതാണ് ഇൻഡയറക്റ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത്. അവിടെ സോ അടുത്ത സ്ലൈഡിലേക്ക് ലെറ്റ് us see കുറച്ച് കോമൺ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ആ ഒരു ഇൻഡയറക്റ്റ് കോട്ട്സിന്റെ. അപ്പൊ ഇവിടെ നോക്കിക്കോ, നമ്മൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കത്തില്ലാതെ എഴുതുമ്പോൾ ഐ സെഡ് ഇറ്റ് വാസ് ഗുഡ്. ദേ സെഡ് ദേ വുഡന്റ് ഡു ഇറ്റ് അഗെയിൻ. അവർ പറഞ്ഞു അവരിനി അത് മേലാൽ ചെയ്യില്ല എന്നുള്ളത്. ഷീ സെഡ് ഷീ വുഡ് ഗോ ടു ടൗൺ. അവൾ പറഞ്ഞ് അവൾ ടൗണിലേക്ക് പോകും എന്നുള്ളത്. അപ്പൊ അതാണ് ഇൻഡയറക്റ്റ് കൊട്ടേഷൻ. നമ്മൾ നമ്മുടെ സ്വന്തം വാക്കിൽ ആ ഒരു മീനിങ് അങ്ങ് കൺവേ ചെയ്ത് പറയുക. Now finally, it's important to note that we can use an object, but it can never come after say. അപ്പൊ നമുക്ക് ഒരു ഓബ്ജക്റ്റും കൂടെ ഉപയോഗിച്ച് അതായത് നമ്മൾ ആ ഒരു സെന്റൻസിനകത്ത് ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു അതിന്റെ സെന്റൻസിന്റെ കർമ്മഭാഗത്ത് എന്തെങ്കിലും നമുക്ക് ചേർത്തുകൊണ്ടും നമുക്ക് പറയാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടു എന്ന പ്രിപ്പൊസിഷൻ അവിടെ യൂസ് ചെയ്യണം. ഈ ആദ്യത്തെ സെന്റൻസ് നോക്ക്, ആ ഇൻകറക്റ്റ് ഫോം ഐ സെഡ് ഹിം ഹലോ.
ഐ സെഡ് ഹിം ഹലോ എന്ന് പറഞ്ഞാൽ ആ ഒരു സെന്റൻസ് ഇൻകറക്റ്റ് ആണ്, ഇൻകംപ്ലീറ്റ് ആണ്. അത് കംപ്ലീറ്റ് ആക്കുന്നതിന് ഐ സെഡ് ഹലോ ടു ഹിം, അതാണ് അതിന്റെ ആ ഒരു കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഓബ്ജക്ട് എന്താ? ഈ ഹിം ആണ് നമ്മുടെ ഓബ്ജക്ട് എന്ന് പറഞ്ഞു വരുന്നത്. സോ ഐ സെഡ് ഹലോ ടു ഹിം. ഇത് ഒരു ഉപയോഗം നമുക്ക് സേ എന്ന വാക്കിന്റെ ഉപയോഗമാണ് നമ്മൾ ഇവിടെ നോക്കിയത്. ഇനി ടെൽ നമുക്ക് നോക്കാം. സോ ഈ 3 സെന്റൻസസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഐ ടോൾഡ് യു അബൌട്ട് ഇറ്റ് ഓൾറെഡി. ഹി ടോൾഡ് ഹർ ദ ഇൻഫർമേഷൻ. ക്യാൻ യു ടെൽ മീ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം നമുക്ക്. ഈ ടെല്ലിന്റെ കൂടെ എപ്പോഴും നമ്മളൊരു ഓബ്ജക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. കാരണം ആ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബ് കഴിഞ്ഞ് ഓബ്ജക്റ്റും കൂടെ, അതായത് കർത്താവ് കഴിഞ്ഞ് ക്രിയ കഴിഞ്ഞ് അതിന്റെ കർമ്മവും കൂടെ സെന്റൻസിനകത്ത് യൂസ് ചെയ്ത് വേണം ടെൽ ഉപയോഗിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക്. അങ്ങനെയുള്ള സെന്റൻസസിനാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ വി ക്യാൻ യൂസ് ദിസ് ടു ടോക്ക് അബൌട്ട് ഗിവിംഗ് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓബ്ജക്റ്റ് ഡസൻ ടേക്ക് എ പ്രിപ്പൊസിഷൻ. അപ്പൊ നേരത്തെ നമ്മൾ നോക്കിയതുപോലെ, സെയിൽ നമ്മൾ നോക്കിയതുപോലെ ഒരു പ്രിപ്പൊസിഷൻ നമുക്ക് വേണ്ട എന്നുള്ളതാണ്. ഐ ടോൾഡ് ഹിം എന്ന് പറഞ്ഞാൽ മതി. ഐ ടോൾഡ് ടു ഹിം എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു പ്രിപ്പൊസിഷൻ വേണ്ട, ടെൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഐ ടോൾഡ് ഹിം അത്രയും നമ്മൾ പറഞ്ഞു. ഐ ടോൾഡ് ഹിം, ഐ ടോൾഡ് ഹർ എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച് പോകുന്നത്. ഇനി നമുക്ക് ടെൽ കമാൻഡ്സ് അല്ലെങ്കിൽ ഈ 2 ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് 2 ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടു ക്ലീൻ, ടു ഡു, ടു ഗോ, അതാണ് ഇൻഫിനിറ്റീവ്. ആ ഒരു വേർബിന്റെ ഇൻഫിനിറ്റീവ് ഫോം ആണ് ഈ 2 ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടെൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? ഐ ടോൾഡ് യു ടു ക്ലീൻ യുവർ റൂം. ഹി ടോൾഡ് ഹർ നോട്ട് ടു ഗോ. ഡിഡ് യു ടെൽ ഹിം ടു ഡു ഹിസ് ഹോംവർക്ക്? അപ്പൊ ഇവിടെ ഈ രീതിയിലും, അതായത് കമാൻഡ് പറയുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് എന്താ പറയേണ്ടത്? ഈ ടെൽ ഉപയോഗിക്കാം. അത് ഈ രൂപത്തിലാണ് അതിന്റെ സെന്റൻസ് കൺസ്ട്രക്ഷൻ വരിക. അടുത്തത് സ്പീക്കിലേക്ക് നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ 3 സെന്റൻസ് നോക്കിയേ. ഐ വാണ്ട് ടു സ്പീക്ക്. കെൻ ഐ സ്പീക്ക് ടു യു? ഹു ആർ യു സ്പീക്കിംഗ് ടു? ഇവിടെ പലപ്പോഴും കെൻ ഐ സ്പീക്ക് വിത്ത് യു, കെൻ ഐ ഹു ആർ യു സ്പീക്കിംഗ് വിത്ത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. കെൻ ഐ സ്പീക്ക് വിത്ത് യു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ലൈറ്റ് ആയിട്ടൊന്ന് മാറും. അപ്പോൾ ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കവേ ഞാനും കൂടെ സംസാരിക്കട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടാം. അത് ഹു ആർ യു സ്പീക്കിംഗ് വിത്ത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആ രീതിയിൽ അതേ അർത്ഥം തന്നെ നമുക്ക് ഇതിന്റെ കൂടെയും കാണാം. നീ ആരുടെ കൂടെയാണ് സംസാരിക്കുന്നത്? അപ്പൊ മലയാളത്തിൽ നമ്മൾ ആരുടെ കൂടെ സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നതിന്റെ ആ കൂടെ എന്ന വാക്കിനാണ് നമ്മൾ വിത്ത് എടുത്ത് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതല്ല ശരിക്കും യൂസ് ചെയ്യേണ്ടത് കെൻ ഐ സ്പീക്ക് ടു യു, ഹു ആർ യു സ്പീക്കിംഗ് ടു എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സ്പീക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വി ആർ എക്സ്പ്രസിംഗ് ഡീറ്റെയിൽസ് ഇൻ ജനറൽ. അത് സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കുന്നില്ല. നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പൊതുവായുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നു എന്നാണ്. So it can be somewhat formal and can be used, with or without an object. അതിനകത്ത് ഒരു ഓബ്ജക്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഓബ്ജക്റ്റ് ഇല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം സ്പീക്ക് എന്ന വേർഡ്. അപ്പോ ഈ സ്പീക്കിനെ വി ഓൾസോ യൂസ് ഇറ്റ് ടു ടോക്ക് അബൌട്ട് എബിലിറ്റി. എബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കഴിവുകളെ കുറിച്ച് സംസാരിക്കുന്നതിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈ സ്പീക്ക് എന്ന വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഇത് നോക്കുക. ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഐ ടോക്ക് ഇംഗ്ലീഷ് വെൽ എന്ന് പറയത്തില്ല. ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്നാണ് പറയുന്നത്. Now, do you speak Japanese? Now, she speaks Italian. Okay. അപ്പോ എന്താ പറയണ്ട, ഇവിടെ ഒരു ലാംഗ്വേജിന്റെ ഉപയോഗമല്ലേ ശരിക്കും നമ്മൾ ഇതിനകത്ത് ഈ കാണുന്നത്. അപ്പോ എബിലിറ്റി ആണ് ശരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പൊ സംസാരിക്കാനുള്ള ആ ഒരു കഴിവ്, ഒരു പ്രത്യേക ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിൽ സംസാരിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള കഴിവുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് സ്പീക്ക് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ സേയും ഉപയോഗിക്കില്ല, ചെല്ലും ഉപയോഗിക്കില്ല. ഓക്കെ, സ്പീക്ക് തന്നെയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ടോക്കിലേക്ക് നമ്മൾ വന്നു. ഈ 3 സെന്റൻസ് നോക്കിയേ. I would like to talk with you. Shall we talk to them? Now, who is she talking to? ക്വസ്റ്റ്യൻസിന്റെ ഉദ്ദേശങ്ങൾ തന്നെ ഇവിടെ മാറി അല്ലേ. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് വിത്ത് യു. എനിക്ക് നിന്റെ കൂടെ സംസാരിക്കാൻ, എനിക്ക് എന്തോ സംസാരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മൾ അവിടെ പ്രകടിപ്പിക്കുന്നു.
മറ്റൊന്ന് ഷാൽ വി ടോക്ക് ടു ദം, അതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അവരോട് സംസാരിച്ചാലോ? നമ്മൾ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന വ്യക്തിയുടെ ഒരു കൺസെൻസസ്, ഒരു എഗ്രിമെന്റ് നമുക്ക് വേണം. അതിനാണ് ഷാൽ വി ടോക്ക് ടു ദം എന്ന് പറയുന്നത്. Now, who is she talking to? അവൾ ആരുടെ കൂടെ സംസാരിക്കുന്നു? ഇവിടെ ഇതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ആരുടെ കൂടെ സംസാരിക്കുന്നു എന്ന് നമുക്ക് മലയാളത്തിൽ ചോദിച്ചതിന്റെ സെയിം ഇംഗ്ലീഷ് who is he talking to എന്നുള്ളതാണ്. Now, talk is similar to speak. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, അത് കുറെ കൂടെ കാഷ്വൽ ആണ് എന്നുള്ളതാണ്. നമ്മൾ ടോക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുറെ കൂടെ കാഷ്വൽ ആയിട്ടുണ്ട്. സ്പീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഫോമൽ ആയിട്ടുള്ള ഒരു യൂസേജ് എന്നുള്ള ഒരു വ്യത്യാസവും കൂടെ നമുക്ക് കാണാം. അല്ലെങ്കിൽ സ്പീക്കിന്റെ വളരെ സിമിലർ ആണ് ടോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ നോക്കേണ്ടത്, വി കാൺട്ട് യൂസ് ടോക്ക് വെൻ ഡിസ്ക്രൈബിംഗ് ലാംഗ്വേജ് എബിലിറ്റി. ലാംഗ്വേജ് എബിലിറ്റി, അതായത് ഐ ക്യാൻ ടോക്ക് ഫ്രഞ്ച്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഐ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ ദാറ്റ്സ് ഹൗ ദി സെന്റൻസ് ഗോസ്. അതെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ചാറ്റ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം ടോക്ക് ഉപയോഗിക്കുന്നത് പോലെ. ഇത് കുറെ കൂടെ കാഷ്വൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ചാറ്റ് വിത്ത് യു, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. സോ ക്യാൻ വി ചാറ്റ് ഫോർ എ ബിറ്റ്? ഐ ചാറ്റഡ് ടു ഹർ യെസ്റ്റർഡേ, ഡിഡ് യു ചാറ്റ് ടു ഹിം? അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ വളരെയധികം കാഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ ഈ ചാറ്റ് എന്നുള്ള വാക്ക് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതെ, ഇനി ഈ ഒരു എബൌട്ട് എന്ന വാക്കിന്റെ ഒരു ഉപയോഗത്തെ കുറിച്ചാണ് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത്. സോ എബൌട്ട് നമുക്ക് ഈ 4 വേർബ്സിന്റെ കൂടെ യൂസ് ചെയ്യാം. അതായത് സേ, ടെൽ, സ്പീക്ക്, ടോക്ക്, ഇതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. Now, the way we use it does change slightly with each, so be careful എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഈ എബൌട്ട് നമ്മൾ ഈ വാക്കുകളുടെ കൂടെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അപ്പൊ എന്താണ് അതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സേയുടെ കാര്യം എടുക്കുക. അപ്പൊ സേയില് നമുക്ക് സേ കഴിഞ്ഞ ഉടനെ നമുക്ക് എബൌട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇൻസ്റ്റെഡ് നമുക്ക് എന്താ പറയേണ്ട, കുറച്ച് എക്സ്ട്രാ വേർഡ്സ് അതിനകത്ത് വേണം. സംതിങ്സ് അല്ലെങ്കിൽ ഫോർ എ ഫ്യൂ തിങ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഇടയിൽ വേണം. സോ ഇത് നോക്കിയേ, ഐ നീഡ് ടു സേ അബൌട്ട് മൈ പ്രോബ്ലം. ഇത് ആക്ച്വലി ഒരു ഇൻകറക്റ്റ് സെന്റൻസ് ആണ്. നമ്മൾ പറയേണ്ടത് ഐ നീഡ് ടു സേ സംതിങ് അബൌട്ട് മൈ പ്രോബ്ലം. ഇപ്പം ഐ നീഡ് ടു സേ അബൌട്ട് മൈ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ? എനിക്ക് എന്റെ പ്രശ്നങ്ങൾ കുറച്ച് പറയണം. അപ്പോ എനിക്ക് എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കുറച്ച് പറയണമെന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നം പറയണമെന്ന് ഒരുപക്ഷെ അവിടെ അർത്ഥം വരുന്നില്ല. പക്ഷെ ആ പ്രശ്നങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു എന്നുള്ള അർത്ഥം അവിടെ വരും. അതിനാണ് ഐ നീഡ് ടു സേ സംതിങ് അബൌട്ട് മൈ പ്രോബ്ലം. ഐ നീഡ് ടു സേ എ ഫ്യൂ തിങ്സ് അബൌട്ട് മൈ പ്രോബ്ലം. അങ്ങനെയും നമുക്ക് ഇവിടെ പറയാം. ഒന്നുകിൽ സംതിങ് അല്ലെങ്കിൽ എ ഫ്യൂ തിങ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് അബൌട്ട് അവിടെ ഉപയോഗിക്കാം സേയുടെ കൂടെ. ഇനി ടെല്ലിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോഴോ, ടെല്ലിന്റെ കൂടെ വി ഹാവ് ടു പുട്ട് അബൌട്ട് ആഫ്റ്റർ ദി ഓബ്ജെക്ട്. ഓബ്ജക്റ്റിന് ശേഷം. സോ സി, ഐ ടോൾഡ് ഹിം, ഇവിടെ ഹിം ആണ് ഓബ്ജെക്ട്. ഐ ടോൾഡ് ഹിം അബൌട്ട് അസ്, നമ്മളെ കുറിച്ച് പറഞ്ഞു. ഐ ടോൾഡ് ഹിം ടെല്ലിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ദേ വർ ടോൾഡ് അബൌട്ട് ദ ഇൻസിഡന്റ്. അപ്പൊ ദേ വർ ടോൾഡ് അബൌട്ട് ദ ഇൻസിഡന്റ്, ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് അവരെ അറിയിച്ചു എന്നുള്ളതാണ്. Now I was told about the party. അപ്പൊ അബൌട്ട് നമ്മളിവിടെ ഉപയോഗിച്ചു. ഐ വാസ് ടോൾഡ് അബൌട്ട് ദ പാർട്ടി. അപ്പൊ ഇവിടെ ഐ അല്ലെ നമുക്ക് ഇവിടെ ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, ഒരു ഇൻഡയറക്ട് സെന്റൻസ് അല്ലെ ഇവിടെ. ദേ വർ ടോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആണ് നമ്മുടെ ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അഗെയിൻ അത് ഒരു ഇൻഡയറക്ട് സെന്റൻസ് ആണ് ഇതിനകത്ത് വരുന്നത് അല്ലെ. സോ അതുകൊണ്ടാണ് ഈ സെന്റൻസസിന്റെ കൺസ്ട്രക്ഷൻ ഈ രീതിയിലാകുന്നത്. ഇനി നമ്മൾ സ്പീക്കിന്റെ കൂടെ ഉപയോഗിച്ചതോ, സ്പീക്കിന്റെ കൂടെ സ്പീക്ക് എന്ന വാക്കിന് ശേഷം ഡയറക്ട്ലി നമുക്ക് അബൌട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണ്? When we have an object, then we can use about after the object. Okay, ഒരു ഓബ്ജക്റ്റും കൂടെ ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ, അതായത് കർമ്മവും കൂടെ ആ ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, ആ ഓബ്ജക്റ്റിന് ശേഷം നമുക്ക് about യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, I would like to speak to my colleague about this. ഇതിനെ കുറിച്ച് എനിക്ക് എന്റെ കൊളീഗുമായി സംസാരിക്കണം. സോ I would like to speak to my colleague about this. അടുത്ത സെന്റൻസ് നോക്കുക, I would like to speak about this. ഇനി മൂന്നാമത്തെ, ഐ വാസ് സ്പോക്കൻ ടു അബൌട്ട് ദിസ്. എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച്. ഇൻഡയറക്ട് സെന്റൻസ് ആണ്. വി വുഡന്റ് യൂസ് ദിസ് വെൻ എക്സ്പ്രസിംഗ് ലാംഗ്വേജ് എബിലിറ്റി. ലാംഗ്വേജ് എബിലിറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു അബൌട്ടും സ്പീക്കും കൂടെ നമ്മൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നില്ല. സോ ഇഫ് വി യൂസ് ദിസ് സ്ട്രക്ചർ then it would mean something different എന്നുള്ളതാണ്. See,
ഐ സ്പീക്ക് ജർമ്മൻ. അതിന്റെ അർത്ഥം ഐ ഹാവ് ദ എബിലിറ്റി ടു സ്പീക്ക് അല്ലെങ്കിൽ ടു യൂസ് ജർമ്മൻ ലാംഗ്വേജ്. ഐ സ്പീക്ക് അബൌട്ട് ജർമ്മൻ എന്ന് പറഞ്ഞാല് എനിക്ക് ജർമ്മൻ സംസാരിക്കാൻ അറിയാം എന്ന ആ ഒരു സെന്റൻസിൽ വരുന്നില്ല. പക്ഷെ ജർമ്മൻ എന്ന ഭാഷയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം എന്നുള്ളതാണ് ഐ സ്പീക്ക് അബൌട്ട് ജർമ്മൻ എന്ന് പറയുമ്പോൾ ആ സെന്റൻസിന്റെ അർത്ഥം ആ രീതിയിൽ മാറി വരുന്നത്. ഓക്കെ, ഇനി ടോക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ, ടോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പീക്ക് എന്ന വാക്ക് പോലെ വളരെ സിമിലർ ആണ്, പക്ഷെ കുറച്ചും കൂടെ കാഷ്വൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ലെറ്റ്സ് ടോക്ക് ടു ഹിം അബൌട്ട് ഫുട്ബോൾ. നമുക്ക് അവനോട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാം. സോ ഒബ്ജക്റ്റിന് ശേഷമാണ് അബൌട്ട് വന്നേക്കുന്നത്. ഡു യു ഓൾവേസ് ടോക്ക് അബൌട്ട് ദ വെദർ? നീ എപ്പോഴും വെദറിനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഡു യു ഓൾവേസ് ടോക്ക് അബൌട്ട് ദ വെദർ? I will talk about climate change. കാരണം ആ 3 ഡിഫറെന്റ് സെന്റൻസസ് അവിടെ ടോക്കിന്റെ കൂടെ നമ്മൾ അബൌട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. ഓക്കെ, സോ ഹിയർ ഇസ് ആൻ ആക്ടിവിറ്റി ഫോർ യു. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആക്ടിവിറ്റി ആണ്. സേ ആണോ, ടെൽ ആണോ, സ്പീക്ക് ആണോ, ടോക്ക് ആണോ ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ കംപ്ലീറ്റ് 10 സെന്റൻസസും ഒന്ന് ആൻസർ ചെയ്യുക. സോ ക്യാൻ യു ഡാഷ് മീ why the sky is blue? So അവിടെ നമ്മൾ can you tell me why the sky is blue ആണോ, can you say me ആണോ, അതോ can you speak me ആണോ? Well, ഇതിന്റെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ can you tell me why the sky is blue? നിനക്ക് എന്നോട് പറയാമോ സ്കൈ എന്തുകൊണ്ട് ബ്ലൂ ആണ് എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ കീ തൊട്ടടുത്ത ഷീറ്റിൽ തന്നെയുണ്ട്. ആ വീഡിയോ പോസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വന്ന് ആൻസേഴ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. Okay, so I hope you have learned about a lot of things in this video. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. സ്പോക്കൺ ഇംഗ്ലീഷിനും IELTS-നും OET-ക്കും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. Thank you very much for watching this video and wish you a good day ahead. Thank you.